CPM നേതൃയോഗങ്ങൾക്ക് ശേഷം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നു. ഭരണ സംവിധാനവും കൈകാര്യം ചെയ്യാനുള്ള ഭൂരിപക്ഷം 18ാം ലോകസഭാ തെരഞ്ഞെടുപ്പിലൂടെ നേടാനാവും. 370 മുതൽ 430 വരെ സീറ്റ് BJP കരസ്ഥമാക്കും എന്നായിരുന്നു പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള BJP നേതൃത്വമാകെ ഇന്ത്യയിലുടനീളം പ്രചരണം അഴിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തെ അഭിമുഖീകരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആദ്യം മുതലേ എടുത്ത നിലപാട് BJPയുടെ ഈ അമിതാധികാര ശേഷി ഉപയോഗിച്ചുകൊണ്ട് നടത്താൻ ഉദ്ദേശിക്കുന്ന ഹിന്ദുത്വ അജണ്ടയെ പ്രതിരോധിക്കാനാവണം എന്നുള്ളതാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്ക് വളരെ വേഗം അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഭരണ സംവിധാനത്തിലേക്ക്, ഫാസിസ്റ്റിക് രീതിയിലുള്ള സംവിധാനത്തിലേക്ക് പോകാനാവുന്ന രീതിയിലുള്ളതല്ല തെരഞ്ഞെടുപ്പ് വിധി. BJPക്ക് ഒറ്റക്ക് ഭൂരിപക്ഷമില്ലാത്ത നില വന്നു ചേർന്നിരിക്കുകയാണ്. അവർക്ക് ഭരിക്കാൻ സൗകര്യം ലഭിച്ചത്. ഇന്ത്യ സഖ്യവും NDA സഖ്യവും തമ്മിൽ 2% വോട്ടിന്റെ വ്യത്യാസം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നു. വളരെ ചെറിയ 10, 30, 35 വോട്ട് കൂടി അല്ലെങ്കിൽ സീറ്റ് കൂടി ഇന്ത്യ സഖ്യത്തിന് ലഭിച്ചിരുന്നുവെങ്കിൽ ഭൂരിപക്ഷം തന്നെ നേടാനാവുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുമായിരുന്നു. അത് നേടാനായില്ല എന്നുള്ളത് കോൺഗ്രസ് അതിന്റെ സംഘടനാ ആശയ വ്യക്തതയോടുകൂടിയുള്ള നിലപാട് കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിൽ വരുന്ന വീഴ്ച കൂടി ചേർത്തുകൊണ്ടാണ് അതുണ്ടായത്. സത്യം പറഞ്ഞു, ഏതായാലും ഞങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും ആകെ ഉയർത്തിയ BJPയെ താഴെ ഇറക്കാനാവണം എന്ന മുദ്രാവാക്യം പൂർണ്ണമായിട്ടില്ലെങ്കിലും ഇപ്പോഴും ഹിന്ദുത്വ ശക്തികളുടെ അപകടം കേരളത്തിലും ഇന്ത്യയിലും നിലനിൽക്കുന്നുണ്ട്. എങ്കിലും അവരുടെ അജണ്ട കൈകാര്യം ചെയ്യാൻ അവർക്കാവാത്ത രീതിയിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യൻ ജനത സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ ഭാഗമായിട്ട് വേണം കേരള രാഷ്ട്രീയത്തിലേക്ക്, കേരളത്തിലെ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാൻ. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ച വിജയം നേടാനാവാത്ത നിലയാണ് ഉണ്ടായത്. നല്ല പരാജയമാണ് കേരളത്തിലെ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായത്. UDFന് 18 സീറ്റ് നേടാനായി. ഒരു സീറ്റ് BJPക്കും നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ മറ്റൊരു കാര്യം. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ 2019 പോലെ ഒരു സീറ്റ് മാത്രമേ നേടാൻ സാധിച്ചിട്ടുള്ളൂ. ദേശീയ രാഷ്ട്രീയം എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെടുന്ന കേരളീയ ജനതയുടെ ഒരു പ്രത്യേകത ഇവിടെ നമുക്ക് അറിയുന്നത് പോലെ ഇന്ത്യ സഖ്യം BJPയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അഖിലേന്ത്യാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക. സ്വാഭാവികമായും കേരളത്തിൽ ഏറ്റുമുട്ടുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDFും തമ്മിലാണ്.